മനസ്സിലാക്കും. കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. എന്നറിയോ, സംവിധായകന്റെ ഓഫീസ് മുറിയിലെ കടക്കക്ക് സോഫക്ക് പറയുന്ന പേരാണ്. അയാൾ കാസ്റ്റിംഗ് നടത്തുന്ന, ഓഡിഷൻ നടത്തുന്ന അല്ലെങ്കിൽ കാസ്റ്റിംഗ് നടത്തുന്ന ഒരു പുതിയ താരം ഈ സോഫയിൽ തനിക്ക് വേണ്ടി കടന്നു കൊടുക്കണമെന്ന് വൃത്തികേട് ഒരു സംവിധാനത്തിന്റെ സിസ്റ്റമാക്കി വെച്ച ഒരു സംവിധാനമാക്കി വെച്ച ഒരേ ഒരു സംവിധാനം ലോകത്തുള്ളൂ. അത് സിനിമയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, മുഴുവൻ പേജുകളും ഗവൺമെന്റിന് പുറത്തുവിടാൻ കഴിഞ്ഞിട്ടില്ല, എപ്പോഴും പുറത്തുവിട്ടിട്ടില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ മുഴുവൻ പേജുകളും പുറത്തുവിട്ടിട്ടില്ല. അതിന്റെ ആദ്യത്തെ പാരഗ്രാഫിൽ അവർ കൊടുത്തൊരു വാചകമുണ്ട്. എന്താണ്? താരങ്ങൾക്ക് തിളക്കമില്ല, ചന്ദ്രനും ഇവിടെ ഇരുട്ടാണ്, ഇവിടുത്തെ പഞ്ചസാരക്ക് പോലും ഉപ്പിന്റെ പുളിയാണ്, പുറത്തു കാണുന്ന മാന്യന്മാരല്ല ഇതിന്റെ ഉള്ളറകളിൽ അവരുടെ ജീവിതമെന്ന് ഒരു റിട്ടയർഡ് ജഡ്ജ് പച്ചക്ക് തുറന്നെഴുതുന്നത് നമ്മൾ കാണാൻ. അവരാണ് കുട്ടികൾക്ക് മയക്കുമരുന്ന് പരിചയപ്പെടുത്തിയത്. നമ്മൾ പല ലഹരി വസ്തുക്കളെയും അറിഞ്ഞത്, കേട്ടത്, മനസ്സിലാക്കിയത് തന്നെ ഇവിടുത്തെ ചെറുപ്പക്കാരും പലപ്പോഴും നമ്മൾ തന്നെയും പല സിനിമകളും വിവാദമായി അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കാണുമ്പോഴാണ്. അതിലെ നായകൻ ഉപയോഗിക്കുന്ന മയക്കുമരുന്ന്, അതിലെ വില്ലന്മാർ ഉപയോഗിക്കുന്ന സിന്തറ്റിക് ലഹരി, അത് കുട്ടികളിലേക്ക് എത്താണ്. മദ്യപിക്കുമ്പോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുമ്പോ തങ്ങളുടെ ഹീറോസ്, നായകന്മാർ, അവർ ലഹരി കടിമപ്പെടുമ്പോ ഇതാണ് ജീവിതമെന്ന് ചെറുപ്പക്കാര് തെറ്റിദ്ധരിക്കാണ്. അല്ലേ? ഇപ്പൊ എന്താ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമ്മൾ കാണുന്നത്? സിനിമാ രംഗത്തെ പ്രഗത്ഭരായ ആളുകൾ കോടതി വരാന്തകളിൽ ജാമ്യത്തിന് കെട്ടിക്കാത്ത് കിടക്കുക. അവരുടെ കയ്യിൽ നിന്ന് 1 കിലോക്ക് 1 കോടി രൂപ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടിക്കപ്പെട്ടു.